ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു സ്ലൈസ് സൂപ്പർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാറില്ല. അതിനകത്ത് വരുന്നതിൽ മിനിമം എമൗണ്ട് ഡ്യൂ ആണോ അടയ്ക്കേണ്ടത്, ഫുൾ എമൗണ്ട് ഡ്യൂ ആണോ അടയ്ക്കേണ്ടത്, ഏതാണ് അടയ്ക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചേക്കും. പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത, സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് സ്ലൈസ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തേക്കാം മനസ്സിലാക്കാനായിട്ട്. സോ അങ്ങനെ ഒരു കണ്ടന്റ് സ്പെസിഫിക്കലി ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ എൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് ഈ രീതിയിലൊരു മെയിൽ വരും. മെയിൽ ഇങ്ങനെ ആയിരിക്കും. മെയിൽ ഇപ്പോൾ എനിക്ക് വന്ന മെയിലാണ്, ഇപ്പോൾ കഴിഞ്ഞ ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെൻറ്റ് ആണിത്. അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും, ഒരു സ്നാപ്ഷോട്ടായിട്ട്. അതുപോലെ തന്നെ മിനിമം എമൗണ്ട് ഡ്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഉണ്ടാകും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഡ്യൂ ഡേറ്റ് ആണ്. നമ്മൾ ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് റീപേ ചെയ്യണം. ഇതിൽ രണ്ട് എമൗണ്ട് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ട്, മിനിമം എമൗണ്ട് ഡ്യൂ ഉണ്ട്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ബില്ലിംഗ് സൈക്കിളിൽ യൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. എല്ലായ്പ്പോഴും പേ ചെയ്യേണ്ടത് ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് തന്നെയാണ്. മിനിമം ഡ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ എൻ്റെ EMI എമൗണ്ട് ആണ്. EMI എമൗണ്ട് ആകുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഡ്യൂ സെയിം തന്നെ ആയിരിക്കും, അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഒരു 5% ഒക്കെ ആയിരിക്കും മിനിമം ഡ്യൂ എമൗണ്ട് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ EMI എമൗണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഒക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും മിനിമം ഡ്യൂവും സെയിം ആയിരിക്കുന്നത്, സെയിം എമൗണ്ട് തന്നെയാണ്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു EMI എമൗണ്ട് ആണ്. ഈ ഒരു സ്ലൈസിന് സ്പ്ലിറ്റ് പേ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോ കോസ്റ്റ് EMIയിൽ 3 തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാരണ രീതിയിൽ പല കാർഡിലും നോ കോസ്റ്റ് EMI ഇടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വേവ് ചെയ്ത് കിട്ടും, പക്ഷേ GST കാര്യങ്ങളൊക്കെ ആഡായിട്ട് വരും. പക്ഷേ ഇവിടെ അങ്ങനെ GST ഒന്നും വരുന്നില്ല, സെയിം എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ഒരു ഫീച്ചർ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും പേ ചെയ്യേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ മിനിമം എമൗണ്ട് ഡ്യൂ പേ ചെയ്യുന്ന സന്ദർഭം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്ങനെ നോക്കിയിട്ട് അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ താൽക്കാലികമായിട്ട് മിനിമം ഡ്യൂ എമൗണ്ട് അടക്കാം. മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർ സിബിലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കി കിട്ടും, അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കി കിട്ടും. ഇത് രണ്ടും ഒഴിവാക്കി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പലിശ ആപ്ലിക്കബിൾ ആണ്. ബാലൻസ് അടക്കാനുള്ള എമൗണ്ടിന് ഡേ ബൈ ഡേ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക. ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ സിബിലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കാനും മിനിമം ഡ്യൂ എമൗണ്ട് അടക്കാം. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡ്യൂ ഡേറ്റ് ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു ഡേറ്റിന് മുമ്പായിരിക്കണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 21 മുതൽ നെക്സ്റ്റ് മന്ത് 20 വരെയാണ്. അപ്പോൾ എല്ലാ മാസവും 20-ാം തീയതി ആകുമ്പോൾ എനിക്ക് ബില്ല് വരും. ബില്ല് വന്നിട്ടൊരു 15 ദിവസം അവകാശം കിട്ടും. അതാണ് ഇപ്പോൾ ജനുവരി 5 വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ബില്ല് ജനറേറ്റ് ആയിരിക്കുന്നത് ഡിസംബർ 21-നാണ്. ഇതിന് കൂടുതൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കാണും. ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ നമ്മളുടെ ആ ഒരു ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതാണ് സ്ലൈസിൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സാധാരണ മറ്റു ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വളരെ ഒരു മിനിമൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സാധാരണ മറ്റു ബാങ്കുകളുടെയൊക്കെ ആണെങ്കിൽ അവരുടെ ലോഗോ, ഇമേജ് അതൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ അഡ്രസ്സ്, അങ്ങനെ കുറേ കണ്ടീഷൻസും ടെക്സ്റ്റും അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു PDF ആയിരിക്കും. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജ് തന്നെ ഒരു PDF ആക്കി വെച്ചിരിക്കുകയാണ്. വളരെ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളുടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും, ഏത് സൈക്കിളിലെ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന്. ഇപ്പോൾ 2025 നവംബർ 21 മുതൽ ഡിസംബർ 20 വരെയുള്ളൊരു ബില്ലിംഗ് സൈക്കിളിലെ സ്റ്റേറ്റ്മെൻറ്റ് ആണിത്. അതുപോലെ തന്നെ ഡ്യൂ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും, ഡ്യൂ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീപേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ എത്ര രൂപ ടോട്ടൽ സ്പെൻഡ് ചെയ്തു, 5185 രൂപയാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ റീഫണ്ട് ആൻഡ് റീപേയ്മെൻറ്റ്, എത്ര എമൗണ്ട് റീഫണ്ട് ചെയ്ത് വന്നു ട്രാൻസാക്ഷനിൽ നിന്നും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എമൗണ്ട് റീപേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ബില്ലിന് മുമ്പ് തന്നെ റീപേ ചെയ്തിട്ടുണ്ട്. അപ്പം 5185 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു. അത് ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ 5185 രൂപ ഞാൻ റീപേ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് ബില്ലിൽ കാണാൻ സാധിക്കാത്തത്. അതേസമയം ഈ ഒരു 23,333 രൂപ എന്ന് പറയുന്നത് അത് EMI ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് EMI 23,333 രൂപയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റോ സർചാർജോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത്ര രൂപ എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യും. സർചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. പിന്നെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഇത്ര രൂപയാണ്. മിനിമം എമൗണ്ട് ഡ്യൂയും ആദ്യം പറഞ്ഞ രീതിയിൽ സെയിം ആണ്. ഇത് EMI എമൗണ്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നടത്തിയ ഓരോ ട്രാൻസാക്ഷനും സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഏത് ഡേറ്റിൽ, ഏതാണ് മർച്ചൻറ്റ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് മോഡ്. ഇതിപ്പോൾ എല്ലാം UPI ട്രാൻസാക്ഷൻ, റൂപേ വേരിയൻ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ UPI ട്രാൻസാക്ഷനാണ് നടത്തിയിരിക്കുന്നത്. സോ
അത് വ്യക്തമായിട്ട് ഓരോ ട്രാൻസാക്ഷൻ വൈസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക. നമ്മൾ നടത്താത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇപ്പോൾ ഏത് കാർഡ് ആയിക്കോട്ടെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിക്കുക. അല്ലാതെ ബില്ല് വന്ന് അതിൻ്റെ ഫുൾ ഡ്യൂ എമൗണ്ട് മാത്രം നോക്കി അടക്കുന്നത് ഒഴിവാക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. നമ്മൾ നടത്താത്ത എന്തെങ്കിലും ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാർജോ കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കണ്ടെത്താനും നമുക്കത് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് റീഫണ്ട് ചെയ്ത് വാങ്ങാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം. പിന്നെ റീഫണ്ട് ആൻഡ് റീപേയ്മെൻറ്റ്സ് ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ നടത്തിയ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മളത് ക്യാൻസൽ ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ അത് റീഫണ്ട് ആയിട്ട് വരും. അപ്പോൾ അത് അങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് എമൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ റീപേയ്മെൻ്റ് ആണ്. ഇതൊരു റീഫണ്ട് എമൗണ്ടാണ്. ഒരു KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് റീഫണ്ട് എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ അക്കൗണ്ടിലേക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു റീഫണ്ട് ആൻഡ് റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ EMI നമ്മൾ ആ ഒരു കാർഡിൽ എടുത്തിട്ടുള്ള EMI ട്രാൻസാക്ഷൻസ് ഇവിടെ കാണാം. അതിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. അതിന് താഴേക്ക് പോകുമ്പോൾ ആ ഒരു EMIയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും GST ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് GSTയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ റിവാർഡിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നമ്മൾ എത്ര റിവാർഡ് പോയിന്റ് നേടി. ഇവരുടെ റിവാർഡ് പോയിന്റ് മോണീസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ അത് എത്ര എണ്ണം നേടി. ഇപ്പോൾ എനിക്ക് 5185 റിവാർഡ് പോയിൻ്റാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ഇത്രയുമാണ് ഈ ഒരു സ്ലൈസിൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. പിന്നെ താഴേക്ക് പോകുമ്പോൾ ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ ടേമിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. എന്താണ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ, അതുപോലെ തന്നെ എന്താണ് മിനിമം എമൗണ്ട് ഡ്യൂ, അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. സോ ഇതാണ് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സൂപ്പർ കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി